ഓബയോസി എന്ന ആഭരണക്കടയിലെ ജീവനക്കാരുടെ പരാതിയിൽ തട്ടിക്കൊണ്ടുപോകലിന് പോലീസ് കേസെടുത്തതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും. QR കോഡ് മാറ്റി പൈസ എടുക്കുന്നതിന്റെ വീഡിയോ തെളിവ് സഹിതം തങ്ങൾ നൽകുമ്പോൾ മകൾക്കെതിരെ ഒരു തെളിവ് പോലും ജീവനക്കാർക്ക് നൽകാനായിട്ടില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് മോശം സമീപനമാണ് ഉണ്ടായിരുന്നത്. തന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്ര വൈരാഗ്യപരമായി പെരുമാറുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. സ്ഥാപനത്തിലെ UPI പേയ്മെന്റിനായി ഏർപ്പെടുത്തിയ QR കോഡിൽ തിരിമറി നടത്തി പണം തട്ടിയെന്നാരോപിച്ച് 3 ജീവനക്കാർക്കെതിരെ കൃഷ്ണകുമാർ പരാതി നൽകിയിരുന്നു. 69 ലക്ഷം തട്ടിയെടുത്തെന്നായിരുന്നു കൃഷ്ണകുമാറിന്റെ പരാതി. ഇതിൽ 3 പേർക്കെതിരെ കേസുമെടുത്തു. മകളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ കേസിലെ 1-ാം പ്രതിയായ ജീവനക്കാരുടെ ഭർത്താവിനെതിരെയും കേസെടുത്തിരുന്നു. കവടിയാറിലാണ് ദിയയുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. തട്ടിപ്പ് കണ്ടെത്തിയപ്പോൾ ജീവനക്കാരെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും കൃഷ്ണകുമാർ പറയുന്നു. ജീവനക്കാർ തെറ്റ് സമ്മതിച്ചു. കേസ് കൊടുക്കാതിരിക്കാൻ പണം തിരികെ ആവശ്യപ്പെട്ടു. 8 ലക്ഷം രൂപ ജീവനക്കാർ തിരിച്ചു നൽകി. ബാക്കി പണം ഉടൻ നൽകാമെന്നും പോലീസിൽ പരാതിപ്പെടരുതെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ചർച്ചയ്ക്ക് ശേഷം തിരികെ പോയി ജീവനക്കാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കേസെടുത്തതിന് പിന്നാലെയാണ് വനിതാ ജീവനക്കാർ കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് പണം കൈക്കലാക്കി എന്നീ ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്.